നമുക്കേ കാശ് അത് വേണ്ട ഇല്ലെങ്കിൽ ആക്കാം എന്തോ കുഞ്ഞോ 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 ആരാക്കളത് വിളിച്ചേടാ ഒന്ന് എടുത്തേടാ അയ്യോ നാണം കണ്ടോ കുഞ്ഞോട് എന്തോടാ കുഞ്ഞോ കൈയൊന്ന് മാറ്റിക്കേ എന്തോ വെള്ളം എടുത്തോണ്ടേ ഞാൻ കുറച്ച് വെള്ളം എടുത്തോ എനിക്ക് മാമി എടുക്കും കൊതു കടിച്ചോ മണ്ണ് പറ്റിയോ മണ്ണ് പറ്റിയോ ഓ ആ വാഴയും കപ്പേ അന്ന് സന്തോഷിനെ കൊണ്ട് വെപ്പിച്ച അവിടെ നെറ്റ് കെട്ടി അതല്ല പണിക്കൂലിയോ ഏത്തവാഴയുണ്ട് ടാറ്റ ഇല്ല കുഞ്ഞോയ്ക്ക് ടാറ്റ ഇല്ല നാളെ കാണാം കേട്ടോ നാളെ അങ്ങോട്ട് പോയേ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഇക്കാലം അങ്ങ് വീർത്തിരിക്കുമായിരിക്കുമോ ഇല്ല വന്നില്ല വാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസ്ബുക്ക് ബാങ്കിലോ ATM ഏതാണ്ടൊക്കെ ശരിയാക്കാനൊക്കെ പോയേക്കുമായിരുന്നു. ഒഴുകെട്ട മോന്തയുണ്ട് മോനിക്കുട്ടൻ ഞങ്ങള് താമസിച്ചതിനാട്ടോ. എന്തുവാ ഞാനും മുത്തും കൂടെ രാവിലെ പോയി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവര്
പുറത്തൊരു ഒരു ഇത് വന്നത് നമ്മൾ കാണിച്ച് സ്കാൻ ചെയ്തത് ഫാറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അതൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധിക്കാനുള്ള ഇതെടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ താമസമാണെന്ന് പറഞ്ഞു. കാരണം അവന് കോളേജിൽ പോകാൻ സമയമായിരുന്നു. അങ്ങനെ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി. ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം അന്നേരം സമയമില്ല, ഞങ്ങൾ പോയി. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അത് പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച റിസൾട്ട് കിട്ടത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമാക്കണ്ട, അത് കാര്യമില്ല, കീറണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അത് പുറത്തെ ഇങ്ങനെ എന്താ പ്രസ് ചെയ്ത് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ചെറിയൊരു വേദനയുണ്ട്. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ടെസ്റ്റിന് എടുത്തേക്കുന്നത്. അവിടെ പോയി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയി കറങ്ങി കിറങ്ങി ഇരിക്കുമായിരുന്നു. ഞാനിവിടെ പേടിച്ചു പോയി. എനിക്ക് താങ്ങാൻ പറ്റും എവിടെങ്കിലും വീണ് പോയാൽ. പിന്നെ അവിടുന്ന് എന്താ വേറെ എവിടെ നമ്മൾ കയറി പിന്നെ വന്ന് ജാനിക്കുട്ടിയും കുഞ്ഞിനെയും കാണാൻ കയറി. അവർക്ക് 2 പേർക്കും പനിയും ചുമയും, കുക്കുവിന് തുമ്മല്ല, ജലദോഷം. അപ്പൊ അവിടെ നിന്ന് കയറി പോരുന്നു. അപ്പൊ അവിടെ കയറിയപ്പോ ഇച്ചിരി താമസിച്ചു. എന്നിട്ട് ഓടി അങ്ങോട്ട് എന്നിട്ട് ഓടി കയറി പോരാൻ പറ്റത്തില്ല. അപ്പൊ എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ആതിരക്കുട്ടി അയച്ചെന്ന പാഴ്സലാണ്. മോനിക്കുട്ടനൊക്കെ അന്ന് അയച്ചതിന്റെ കൂട്ടത്തില് എനിക്ക് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇന്നാണ് വന്നത് കേട്ടോ. എന്താണെന്ന് നോക്കാം. പിന്നെ മുത്തിന് ചില്ലി പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ച് നമ്മൾ അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്തു. ബാക്കി ഇതേ അവർക്ക് ഉള്ളത് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. പിന്നെ എന്തോ ഇത് കപ്പയുപ്പേരി മേടിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. പിന്നെ ഇത് ചില്ലി പൊറോട്ടയാണ്. പിന്നെ പൈനാപ്പിൾ മേടിച്ചു. പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന കടയിൽ നിന്ന് പൈനാപ്പിൾ, ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിക്കാൻ തോന്നി പ്രിയങ്ങളെ. അപ്പൊ എന്തോ ആതിരക്കുട്ടി അയച്ചെന്ന് നോക്കിയിട്ട് വരും. എന്തൊക്കെയാന്ന് കാണിക്കാട്ടോ. എനിക്ക് ആകാംക്ഷ കൊണ്ട് വയ്യമാർ. ബാഗ് നല്ല അടിപൊളി കളർ ഇല്ലോട്ടെ. നല്ല രസമുണ്ട് കേട്ടോ പ്രിയങ്ങളെ. നല്ല ഒരു മെറ്റീരിയൽ ഇവിടെ. പിന്നത്തെ അതേ കളറിലെ സാരി. പിന്നെന്താ നിക്കറല്ല, പാന്റ്. ഇങ്ങനെയുണ്ട് പ്രിയങ്ങളെ. സൂപ്പർ അല്ലേ? സൂപ്പർ സൂപ്പർ. ഷാള് കണ്ടോ? നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രിയങ്ങളെ. കണ്ടോ? ഇത് കണ്ടോ? ഇതൊക്കെയുണ്ട്. പിന്നെ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പോയി. വേറൊരു സാധനം കൊണ്ട് കാണിക്കാം. എന്തൊക്കെയാ നോക്കട്ടെ. ഞാൻ അല്ലാതെ കാണിക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്. മാലയാ മാലയാ അങ്ങനത്തെ. ഞാൻ നാഗവല്ലിയായി കേട്ടോ പ്രിയങ്ങളെ. എന്താ രസം. ഇതിനൊക്കെ എത്ര രൂപയായി കാണും എന്റെ ദൈവമേ. കണ്ടോ? അമ്മന്റെ
എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ ചത്തു പോകാൻ തോന്നുന്നു സന്തോഷം കൊണ്ട്. എല്ലാം ഞാൻ അല്ലാതെ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. ബ്ലൂബെറി ടച്ച് ഫോർ വ്യൂമൺ. താങ്ക് യു സോ മച്ച് അതിനെ കുട്ടി കേട്ടോ. ചക്കരി ഉമ്മ മുന്നിക്കുട്ടം ഭയങ്കര പണക്കത്തില് കാണിച്ചു. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഫോണും പേഴ്സും പൈസയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് എനിക്ക് അങ്ങ് സന്തോഷം വരുന്നു മുത്തേ. എനിക്കങ്ങ് ഭയങ്കര സന്തോഷം വരും. എന്തോ ഇതാദ്യം ഒന്ന് ഇഷ്ടം. നല്ല രസമുണ്ട് കേട്ടോ. സിമ്പിൾ പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ടല്ലേ ഉമ്മ. അപ്പോൾ അതിലെ കുട്ടിക്കൊരു മെസ്സേജ് അയക്കട്ടെ. എൻ്റെ സന്തോഷം എല്ലാം ഞാൻ അങ്ങോട്ട് പറയട്ടെ. അപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരാൻ പ്രിയങ്ങളെ. പിന്നെ നാളെ പപ്പയുടെ ഓർമ്മയാണ്, ഡിസംബർ 3. അപ്പോൾ നമ്മൾ വൈകിട്ട് സെമിത്തേരിയിൽ ഒന്ന് പോകുന്നുണ്ട്. രാവിലെ മോനിക്കുട്ടിനെയൊക്കെ സ്കൂളിൽ വിടേണ്ടത് കൊണ്ടാണ് വൈകിട്ട് വന്നിട്ട് നമുക്ക് സമാധാനത്തെ പോയി വരാമല്ലോ. രാവിലെ ആകുമ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഓട്ടോ വന്നിട്ട് പോകും. അതുകൊണ്ട് പോയിട്ട് വന്ന് വൈകിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതും വാങ്ങിച്ച് സ്റ്റാറൊക്കെ മേടിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഇന്നും എല്ലാം സൂപ്പർ മാർക്കറ്റിൽ പോയി സ്റ്റാറും സാധനങ്ങളും മേടിക്കാൻ മോനിക്കുട്ടിന് ഒരുങ്ങിയിരിക്കുമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ദേഷ്യമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോ. അപ്പോൾ ഇന്ന് ട്രീ എടുക്കുക, സാധനങ്ങൾ എന്തെങ്കിലും വേണോ, ആ LED കത്തുമോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊന്ന് കുളിച്ചേമിച്ച് വരാൻ പ്രിയങ്ങളെ. എന്നിട്ടിതൊന്ന് ഇട്ട് നോക്കാം. ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കണം. ഇത് കണ്ടോ, ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ആ സ്വീറ്റേലൊക്കെ ഇങ്ങനെ മുത്തൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. വയ്യ. ഇച്ചിരി ചോറ് ചൂടാക്കാൻ വെച്ചാൽ എനിക്ക് ഇച്ചിരി പൊറോട്ടയോട് അത്ര ഇതില്ല, ഇഷ്ടമില്ലായ്മയല്ല, എനിക്ക് ചോറ് ഉണ്ണണമല്ലോ അതുകൊണ്ട് കേട്ടോ. വേണ്ടേ? വേണ്ട വേണ്ട, ഞാൻ കഴിക്കും. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ കഴിക്കട്ടെ. ഈ ഞായറാഴ്ച ഒരുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ശനിയാഴ്ച ഒരുക്കാം. ചോറ് ചൂടാവട്ടെ, ഒരു കൂടെ കഴിക്കും. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതോ? അയ്യോ, ഇത് അല്ല, ഇത് കത്തത്തില്ലേ? ഇത് കത്തുവോ? ഇത് ഏത് കത്തിയാലും സ്റ്റാർ മേടിക്കും, വർഷങ്ങളായത്. അല്ല, ഇത് വേണ്ട, ഇത് കത്തുന്നതാണോ? കറണ്ട് അത് ഓഫ് ചെയ്തിട്ട് കുത്തേ.
കളയണമെന്നല്ല പറഞ്ഞത്, അവരുടെ അടുത്ത് മാറ്റി വെച്ചാൽ ഒരെണ്ണം മേടിക്കാം, ഒരു LED മേടിക്കാം. ഇത് രണ്ടും അതും ഒക്കെ ഇടാം. ആ കുഞ്ഞ് സ്റ്റാറോ വെള്ളം കത്തുവോ? പിന്നെ ഇനി ഏതാ കത്താത്തത്? ട്രീ ഒരുക്കുന്നേ അത് രണ്ടും പോയതോ? അത് വെച്ചോ, അത് ബോളുള്ളത്, ബോള് വെച്ച്. ബോള് നല്ലതല്ലയോ? ബോള് ചുമ്മാതെ കിടക്കട്ടെ. മറ്റേ ഞാൻ കളഞ്ഞേര്. നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാണോ നോക്കിയതാണ് പ്രിയങ്ങളെ. അതുകൊണ്ട് ഒരെണ്ണം അവിടെ കണ്ടു വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി സ്റ്റാറും വാങ്ങിക്കണം, ഈ ഡെക്കറേഷൻ ലൈറ്റും വാങ്ങിക്കണം. മറ്റേ ബോളെല്ലാം ഉണ്ടല്ലോ, ബോളും അങ്ങനെയുള്ള ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം ഉണ്ട്. അതെന്താ ഇല്ല, കൊള്ളാത്തൊക്കെ അങ്ങ് മാറ്റും. അപ്പം നാളെ നമ്മൾ സ്റ്റാർ ഇടുന്നതായിരിക്കും. ട്രീ ശനിയാഴ്ച വൈകിട്ടാണ് ഒരുക്കുന്നത് കേട്ടോ. കഴിക്കാം എന്നാ വാ. ചോറ് മതിയെങ്കിൽ ചോറുണ്ണാം, പൊറോട്ട വേണമെങ്കിൽ പൊറോട്ട കഴിക്കും. മോനെ കൂട്ടന് ചില്ലി പൊറോട്ട വേണ്ട, നല്ല ചില്ലി പൊറോട്ട. നമ്മളെ പുസ്തകത്തിനുള്ള പൈസ അവിടെ മേടിച്ചോണ്ട് വെച്ച് വായിക്കണം, അല്ല അവിടെ കൊണ്ട് പൂജിക്കാൻ വെക്കാനാണ് മേടിക്കണ്ട. കടങ്കഥകളൊന്നും മേടിക്കണ്ട, ബൈബിൾ കഥകള് എന്തോ ചോറും ഇത് മേടിച്ചാൽ അതിന്റെ പൈസ ആയിട്ടേക്കാം കേട്ടോ. കേട്ടോ കൊടു വേണ്ട മേടിക്കട്ടെ, മതിയോ? പിടിച്ച് തിന്നു കഴിച്ചിട്ട് വരാന്ന് പറയുന്നേ, മറന്നുപോയി. കഴിച്ചിട്ട് വരാൻ പറയാൻ അങ്ങ് പോവാണ്. കഴിച്ചിട്ട് വരാം. ഓക്കെ. അമ്മ ഇച്ചിരി മത്തിത്തോരൻ തന്നെ അത് ഇരിപ്പുണ്ട്, മോരുകറിയും കൂട്ടി ചോറിനാന്നാ വിചാരിച്ചത്. അപ്പൊ അതെ ഇത്രയും ഒന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ്. ചില്ലി പൊറോട്ട ഇത്രയും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ചോറെടുക്കാം. ചോറിന് പ്രത്യേകം വേറെ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല പ്രിയങ്ങൾ. പിന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ അച്ചാറോ വല്ലതും കൂട്ടി അങ്ങോട്ട് കഴിക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇത് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും സ്നേഹം, നിറയെ സ്നേഹം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.